പ്രിയമുള്ളവരെ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 1 മന്ത് ആയി കാണും ഞാൻ ഇതിനു മുന്നേ ഒരു താങ്കിങ് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള ഫ്രണ്ട്സ് അല്ല, അതിന് മുന്നേ ഉള്ളവരിത് കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ പറഞ്ഞിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാകണമെന്ന്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായി. ഇപ്പോൾ 2K ആയിരിക്കുകയാണ് ചാനൽ. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി, ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊള്ളുന്നു കേട്ടോ. YT ഫാമിലിയിലെ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ YT ഫാമിലിയിൽ ഉള്ളതല്ലാതെ പുറത്തുനിന്നുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും തുടർന്നും നമ്മുടെ ചാനലിന് സപ്പോർട്ട് വേണം. വീഡിയോസും ഷോർട്സും ഒക്കെ വരുമ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈവിൽ വരാൻ താല്പര്യമുള്ളവർക്ക് വന്ന് എന്നെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്യാം. മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വായിക്കും. അപ്പോൾ അതും ഒരു സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചു കൊള്ളുന്നു കേട്ടോ. ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മഴയുള്ളൊരു ദിവസം ഞങ്ങൾ മിക്കവാറും വൈകുന്നേരം മഴയൊക്കെ ഉണ്ടെങ്കിൽ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുവേ. ഈ കപ്പപ്പുഴുക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടാണ് വലിയൊരു ചേനയും കപ്പയൊക്കെ. അപ്പോൾ വൈകുന്നേരം മഴയൊക്കെ ഉള്ള ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ഡ്രസ്സിൽ തന്നെ അതിൻ്റെ മണ്ടയ്ക്കൂടെ ചേട്ടൻ്റെ ഒരു കൈലിയൊക്കെ എടുത്തു കൊടുത്താണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ തന്നെയാണ് അത് കേട്ടോ കയ്യിൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഒരു രസം, നമുക്ക് ഫുഡ് ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് കപ്പയും കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി മഴയത്തൊക്കെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്കും ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കപ്പ പുഴുങ്ങാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ട് പഠിച്ചോണേ. കപ്പ നമ്മുടെ പുഴുങ്ങുന്ന ആവശ്യത്തിനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് വെള്ളം വെച്ച് തിളപ്പിക്കുക. നല്ലതായിട്ട് വേകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം കേട്ടോ. വെന്ത് അളിഞ്ഞു പോകരുതേ. കൂട്ടത്തിലൊരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്നും മഞ്ഞൾപ്പൊടി ഇടാറില്ല. നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുന്നത്. ഉപ്പിട്ട് നല്ലതുപോലെ വെന്തതിന് ശേഷം ഊറ്റിയില്ല, ഇങ്ങനെ തവി കൊണ്ട് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ. അപ്പം അങ്ങനെ നല്ലതായിട്ട് കോരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് കാന്താരി ചമ്മന്തി അരയ്ക്കണ്ടേ. കാന്താരിയും ഉള്ളിയും ഒക്കെ വെച്ച് കാന്താരി ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണമയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് എരിയില്ല കേട്ടോ. അത്യാവശ്യം എരി ഉണ്ട് കേട്ടോ. അപ്പോൾ എരിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണമയോ ഉപ്പൊക്കെ ഒഴിച്ച് അല്പം വെള്ളത്തിൽ ചാലിച്ച് അങ്ങനെ കാന്താരി ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസിന് സപ്പോർട്ട് വേണം, അതാണ് ഞാൻ പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ.